ആദ്യം പോകുന്നത് നമ്മളെയൊക്കെ ഞെട്ടിച്ച, നമ്മുടെയൊക്കെ നെഞ്ചു തകർത്ത, ഇപ്പോഴും നമ്മളുടെയൊക്കെ മനസ്സുലച്ച ഒരു മഹാദുരന്തമാണ് നമ്മുടെ മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ, അല്ലേ? അപ്പോൾ ഈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് കേരളം കണ്ട മഹാദുരന്തം സംഭവിച്ചിട്ട് ഒരു വർഷം തികയാൻ പോവുകയാണ് ഈ വരുന്ന 30-ന്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആദ്യം തന്നെ ഹലോ മലയാളം കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഉരുളിൽ ഉലയാതെ. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ വീടും കിടപ്പാടവും നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾ ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായുള്ള ടൗൺഷിപ്പിൽ 410 കുടുംബങ്ങൾക്കാണ് വീടൊരുങ്ങുന്നത്. ടൗൺഷിപ്പിന്റെ മാതൃകാ വീടിന്റെ നിർമ്മാണ പ്രവർത്തികളും അവസാന ഘട്ടത്തിലാണ്. ഒരു ദിവസം കൊണ്ട് വീടും കിടപ്പാടവും ഉൾപ്പെടെ എല്ലാം നഷ്ടമായപ്പോൾ ഇനിയൊരു വീട് എങ്ങനെ സാധ്യമാകുമെന്നായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ മുന്നിൽ ചോദ്യചിഹ്നമായി മാറിയത്. സർക്കാർ ഇവർക്കായി ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചതോടെ പ്രതീക്ഷയായി. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയിലാണ് ദുരന്തബാധിതർക്കായി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്. 5 സോണുകളായി തിരിച്ചാണ് വീടുകളുടെ നിർമ്മാണം. 410 കുടുംബങ്ങൾക്കാണ് ടൗൺഷിപ്പിൽ വീടുകൾ ഒരുങ്ങുന്നത്. ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ ചടങ്ങിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവുമെല്ലാം എത്തിയിരുന്നു. ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന മഴ പ്രതിസന്ധി സൃഷ്ടിച്ചെങ്കിലും ടൗൺഷിപ്പിൽ ഒരുങ്ങുന്ന മാതൃകാ വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. വീടിന്റെ നിലമൊരുക്കി ടൈൽസ് പാകുന്ന പ്രവൃത്തിയും ഇലക്ട്രിക് വർക്കുകളും ആരംഭിച്ചിട്ടുണ്ട്. വീടിന്റെ നിർമ്മാണം ജൂലൈ 30-ഓടെ പൂർത്തിയാകുമെന്ന് വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ പറഞ്ഞു. ഇത്രയും വേഗത്തിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വന്നത്. ദെൻ അഗൈൻ മാതൃകാപരമായിട്ടുള്ള വീടിന്റെ ബഹുമാനപ്പെട്ട CM തന്നെ തറക്കല്ലിട്ടു. അതിന്റെ നല്ല രീതിയിൽ കംപ്ലീഷനും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന്റെ ജൂലൈ 30-നകമായിരുന്നു അവർ നമുക്ക് പ്രോമിസ് ചെയ്തതും. എക്സ്റ്റീരിയർ പെയിന്റിംഗ് ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങൾ ഏകദേശ കംപ്ലീഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഡിസംബർ 31 ഫൈനൽ എല്ലാ വീടുകളുടെ കംപ്ലീഷൻ ULCC പറഞ്ഞിരിക്കുന്നതും. ആ വേഗത്തിൽ തന്നെ വർക്കുകളൊക്കെ നടന്നു വരുന്നുണ്ട്. 1000 ചതുരശ്രയടിയിൽ ഒറ്റനിലയിൽ പണിയുന്ന വീട് ഭാവിയിൽ ഇരുനിലയാക്കാവുന്ന തരത്തിലാണ് അടിത്തറ തയ്യാറാക്കിയിരിക്കുന്നത്. വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനോടൊപ്പം വീടിന്റെ ഗുണമേന്മയും ഉറപ്പുവരുത്തുന്നുണ്ട്. ഭൂകമ്പത്തെ അതിജീവിക്കുന്ന തരത്തിലുള്ള പില്ലറുകളിലാണ് വീടുകൾ നിർമ്മിക്കുന്നത്. മാതൃകാ വീട് പൂർത്തിയാകുന്നതോടെ ചൂരൽമലയിലെ ദുരന്തബാധിതരിൽ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. മഹാദുരന്തമുണ്ടായി ഒരു വർഷം പിന്നിടുമ്പോൾ ദുരന്തബാധിതർക്കായുള്ള മാതൃകാ വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഈ വർഷം അവസാനത്തോടുകൂടെ എല്ലാവർക്കും വീടുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാരും ദുരന്തബാധിതരും. ക്യാമറാമാൻ റിന്റുവിനോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, വയനാട്.